ഗുരുവായൂർ പുതുശ്ശേരി പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. പ്രദേശത്ത് ആരോഗ്യ പാരിസ്ഥിതിക ഭീഷണിയാണ് നിലനിൽക്കുന്നത്. റോഡിന് ഇരുവശത്തുമായി 300ഓളം മീറ്റർ ദൂരത്തിൽ മാലിന്യം വ്യാപിച്ചു കിടക്കുന്നതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശവാസികൾ ദുരിതത്തിലാണ്. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് മാലിന്യം തള്ളുന്നത്. മഴ കനത്തതോടെ മാലിന്യം പരിസരങ്ങളിലേക്ക് വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളും മലിനമായതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. പാടശേഖരത്തിന്റെ ആവാസ വ്യവസ്ഥയെ മാലിന്യ നിക്ഷേപം സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വലിയ പകർച്ചവ്യാധി ഭീഷണിയാണ് നിലനിൽക്കുന്നത്. പ്രശ്നം രൂക്ഷമായതോടെ വാർഡ് കൌൺസിലർ KM മെഹ്റൂഫ് നഗരസഭയിൽ പരാതി നൽകി. മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കൌൺസിലർ ആവശ്യപ്പെട്ടു. മുഴുവൻ സെപ്റ്റി ടാങ്കിന്റെ മാലിന്യം നിറച്ചു വെച്ചിരിക്കുകയാണ്. ജീവിക്കാൻ പറ്റാത്ത ദുർഗന്ധമുള്ള ഒരു സ്ഥലമായി മാറ്റിയിരിക്കുകയാണ് ഈ ദുഷ്ട മനസ്സുള്ള ആളുകൾ. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണണം. വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ നഗരസഭ തലത്തിലേക്ക് നമ്മൾ ഇവിടെ CCTV വെക്കുന്നതിനും ഇതിനു വേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പരിഹാരം കാണുന്നതിനും വേണ്ട നടപടികൾ എടുക്കാൻ അധികാരികളുടെ മുന്നിലേക്ക് നമ്മളുടെ ലെറ്റർ ഇന്ന് കൊടുത്തിട്ടുണ്ട്. പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. മേഖലയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്നും വാർഡ് തല ജാഗ്രതാ സമിതി രൂപീകരിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ S. ഹർഷിദ് അറിയിച്ചു. നമ്മളിപ്പോ ഈ കൗൺസിലർ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പുതുശ്ശേരി പാടത്ത് വന്ന് പരിശോധന നടത്തിയാൽ സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. നമ്മൾ രാത്രികാലങ്ങളിലാണ് പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിലും ഹെൽത്ത് സ്ക്വാഡിന് പല സമയത്ത് ഇതിനെ കണ്ടെത്തിയാൽ അവരെ ചേസ് ചെയ്ത് പിടിക്കാനോ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നിട്ടാൽ തന്നെ ഇപ്രാവശ്യം എന്തായാലും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ക്യാമറ വെക്കുന്നതിനും വാർഡ് തലത്തിലൊരു ജാഗ്രതാ സമിതി കൂടി രൂപീകരിച്ച് അവരുടെ സഹായത്തോടുകൂടി ഇത്തരം നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്തുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ്. TCV ഗുരുവായൂർ.